അതൊരു പക്ഷേ താങ്കൾക്ക് അത്രയും പേ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ? പേയ്മെൻ്റ് അല്ല അതിന് കാരണം. ഞാൻ പേയ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പറയാം, വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇന്ത്യ, വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫിലിംസ് ഓഫ് ഇന്ത്യ വന്നു, എന്നെ മീറ്റ് ചെയ്തു, സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യാമെന്ന് ഏറ്റു. എൻ്റെ വർക്ക് അവർ വന്ന് കണ്ടു, സ്റ്റോറിയിലൊക്കെ കാണിക്കുമല്ലോ. മീറ്റിങ്ങിന് പോയി, അത് കഴിഞ്ഞ് സ്റ്റോറി ഡിസ്കഷന് പോയി. ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തു സ്റ്റോറി ഡിസ്കഷൻ. എന്നിട്ട് അപ്പം ഈ ഡയറക്ടർ പുള്ളിയുടെ ഇങ്ങനെ സ്റ്റോറി പറയുമ്പോൾ ഞാൻ ഈ സ്റ്റോറിയെ ഇത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഐഡിയാസ് അങ്ങോട്ട് പറയണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഈ ലെവലിൽ ചെയ്യണം, ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വരും, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞു. പോയി എക്സൈറ്റഡ് ആയിട്ട് പോയി. ഒരു ജൂലൈയിൽ ഷൂട്ടിംഗ് തുടങ്ങും. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞ ഓഫീസിൽ ആളുകൾ മാനേജേഴ്സൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്, പൈസയൊക്കെ ബഡ്ജറ്റൊക്കെ അവർ സംസാരിക്കുള്ളൂ. പക്ഷേ ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല. ഓഗസ്റ്റിൽ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇയാൾ ജൂലൈയിൽ ഷൂട്ട് ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് തുടങ്ങി ഞാൻ കേട്ടു, പൊതുവേ ഇൻഡസ്ട്രിയിൽ നിന്ന് കേട്ടു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറിൻ്റെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ എന്താണ് കാരണം. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ അത് ഡയറക്ടറിൻ്റെ ഡിസിഷനാണ്. ശരി. അപ്പോൾ ഞാൻ ഡയറക്ടർ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ പറയുന്നു, സ്റ്റാർട്ട് ഷൂട്ടിംഗ്, യു ഡിഡ്ന്റ് ടെൽ മീ എനിത്തിങ്. മെസ്സേജ് ഇല്ല. അപ്പം ഞാൻ കേട്ടു, അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു കൊളീഗിലാണ്, എൻ്റെ ഒരു മെൻറ്ററാണ്, കക്ഷിയാണ് എടുത്തിട്ടുള്ളത്. സോ ഐ ഫെൽറ്റ് ഹാപ്പി. ഹി ഈസ് എ ബെറ്റർ പേഴ്സൺ ദാൻ മീ, ബെറ്റർ സൗണ്ട് ഡിസൈനർ ദാൻ മീ.